ഡ്രൈവിങ്ങിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മുഴുവൻ സമയവും ഇടതുഭാഗത്തിരുന്ന് സുഹൃത്തിൻ്റെ കൂടെ ഒരു യാത്ര. ആ യാത്ര അതിമനോഹരമായ ഒരു യാത്ര തന്നെയായിരുന്നു. മഹീന്ദ്ര ബൊളോറോയിലായിരുന്നു യാത്ര. ചുടലവളവൊക്കെ കഴിഞ്ഞ് കോരപ്പീടിയ കഴിഞ്ഞ് നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തെത്തുമ്പം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ. ലക്ഷ്യസ്ഥാനത്തെത്താൻ കുറച്ച് ദൂരമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കാഴ്ചകളെല്ലാം റോഡ് മാത്രമായിരിക്കും. പയ്യന്നൂർ പെരുമ്പാ പാലം, അതുപോലെ തന്നെ ദേശീയപാതയിൽ നിന്ന് പയ്യന്നൂർ ടൗണിലേക്ക് പോകുന്ന ആ ഒരു ജംഗ്ഷനും കാര്യമെല്ലാമാണ് നിങ്ങളിപ്പം കാണുന്നത്. കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ഒന്ന് വിശ്രമിക്കണം തോന്നി. ആ വിശ്രമ വേളയിൽ അത്യാവശ്യം ഫോട്ടോസും സെൽഫിയെല്ലാം എടുക്കുന്നുണ്ട് കുഞ്ഞുമക്കള്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ അരികിലായി മുമ്പൊക്കെ ഒരു കോഫി ഹൗസ്, ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നു. അതിപ്പോഴും ഇല്ല എന്ന് കഴിഞ്ഞ യാത്രയിൽ മനസ്സിലായതുകൊണ്ട് തന്നെ കാസർഗോഡിൽ നിന്നും സർവീസ് റോഡിലേക്ക് ഇറങ്ങിയാൽ കിട്ടുന്ന ഉടുപ്പി ഗാർഡൻസിലായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. വർഷപൂര്യ വാങ്ങിച്ചല്ല അല്ല ഇതല്ല നെയ് റോസ്റ്റ് അല്ലേ പൂജ ഒഴിക്കുന്ന വേണ്ടിട്ട് പറഞ്ഞ പൂരി വാങ്ങിച്ചിട്ടുണ്ട്. രമേശനെ കിട്ടുന്നില്ല. വൃത്തിയും വെടിപ്പും അതുപോലെ തന്നെ രുചികരമായ ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ യാത്ര വീണ്ടും തുടരുകയാണ്. നേത്രാവതി ബ്രിഡ്ജ്, മംഗലാപുരത്തിനടുത്തുള്ള നീളം കൂടിയ, ദക്ഷിണേന്ത്യയിലെ തന്നെ നീളം കൂടിയ പാലങ്ങളിൽ ഒന്നാണിത്. ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരം ഉണ്ടാവുമെന്നാണ് അറിവ്. തൊട്ടടുത്ത് ഇടത് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും മംഗളൂരു സെൻട്രലിലേക്കുള്ള റെയിൽപാത. അതുപോലെ തന്നെ മംഗലാപുരം ടൗണിൻ്റെ ആ ഭാഗത്തുള്ള ദേശീയപാതയാണ് നിങ്ങളിപ്പം കാണുന്നത്. ഇവിടുന്ന് ഇടത് ഭാഗത്തോട്ടേക്ക് സർവീസ് റോഡിൽ കയറി കഴിഞ്ഞാൽ ഇടത് ഭാഗം പോയാൽ മംഗലാപുരം ടൗണ്, വലത് ഭാഗത്തേക്ക് ബംഗളൂരു റോഡ്, അങ്ങനെ എല്ലാം ആയിട്ട് കിട്ടും. ഇതൊക്കെ നമുക്കും നിങ്ങൾക്കും എല്ലാം അറിയാം. എന്നാലും ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. രമേശന്റെ ഗ്ലാസ് ആയതുകൊണ്ട് പിന്നെ എല്ലാം താക്കൊന്നും വേണ്ട. പൊക്കലാന്നോ അതോ താക്കലാന്നോ? അനുവിൻ്റെ കുറച്ച് കോമഡിയെല്ലാം കേട്ട് മംഗലാപുരം ടൗണും അതുപോലെ തന്നെ പോർട്ട് ഏരിയയും ഉടുപ്പിയും കുന്താപുരം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര റോഡിലേക്ക് പ്രവേശിച്ചിട്ടാണുള്ളത്. ഇവിടുന്ന് കുറച്ച് വനമേഖലയിൽക്കൂടിയുള്ള യാത്രയെല്ലാം അതിമനോഹരമായ യാത്രയാണ്. ആ യാത്രയെല്ലാം ആസ്വദിച്ച് കണ്ട് ക്ഷേത്ര കവാടം നിങ്ങൾക്കിപ്പം ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. ആ ക്ഷേത്ര കവാടവും കടന്ന് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്ര പരിസരമാണ് നിങ്ങളിപ്പം കാണുന്നത്. റൂം രമേശൻ നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ അലച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ കേരളത്തിൻ്റെ KSRTC ഒക്കെ വന്ന് പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ലളിതാംബിക ഗസ്റ്റ് ഹൗസ് മൂകാംബിക കൊല്ലൂർ. അങ്ങനെ അവിടെ റൂമെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നേരെ ഉച്ചക്ക് 2:30 വരെ അന്നപ്രസാദം ഉണ്ടാവുമെന്ന് പറഞ്ഞതുകൊണ്ട് നേരെ അന്നദാന ഹാളിലേക്ക് കയറി പ്രസാദം കഴിച്ചു. 2-3 തരം കറി, അതായത് ആദ്യം ചോറ്, പിന്നെ ഒരു മസാലക്കറി, അതിനുശേഷം പരിപ്പ് കൂട്ടി ഒരു തവണ, പിന്നെ മോര്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ വൈകുന്നേരത്തെ ദർശനത്തിനുള്ള ക്യൂ അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തെ ചെറിയ റെസ്റ്റെല്ലാം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് നേരെ സൗപർണികയിൽ നിന്ന് മൂകാംബിക അമ്മയെ തൊഴാനായി ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിന് ഏറെ സന്തോഷം പകർന്ന അമ്മയുടെ ദർശനവും കഴിഞ്ഞ് വീണ്ടും അന്നദാന ഹാളിൽ രാത്രിയത്തെ അന്നപ്രസാദം അത് കഴിച്ചതിന് ശേഷം അവിടെ നടക്കുന്ന, അതായത് അരങ്ങേറ്റ മണ്ഡപത്തിലെ കുറച്ച് പരിപാടിയെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം പിന്നീട് ഞങ്ങൾ റൂമിൽ. രാവിലത്തെ ദേവീ ദർശനം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കുടജാദ്രി മലകളിലേക്കുള്ള യാത്രക്കുള്ള ഒരുക്കത്തിലായിരുന്നു. അങ്ങനെ ഈ ലളിതാംബിക ഗസ്റ്റ് ഹൗസ് പരിസരത്ത് തന്നെയുള്ള ജീപ്പ് സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ പോവുകയും ആളൊന്നിന് 500 രൂപയും 70 രൂപ ചെക്ക് പോസ്റ്റിലും എന്ന രീതിയിൽ വാടകയൊക്കെ പറഞ്ഞുറപ്പിച്ച് യാത്ര ആരംഭിക്കുകയും ചെയ്തു. അല്ലപ്പോ ഇങ്ങോട്ടേക്കാണ് കുടജാദ്രിയാ? ശങ്കരാചാര്യര് തപസ് ചെയ്ത സ്ഥലം കാണാൻ പോയിന്നല്ലേ? ഇരിക്കട്ടെ, വണ്ടിന്റെ നമ്പറിലൊന്ന് പിടിച്ചാളെ. ആ ഓക്കെ.
ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം മറ്റൊരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു. ആ ഫാമിലി അടക്കം 8 പേരായപ്പോഴാണ് യാത്ര ആരംഭിച്ചത്. അങ്ങനെ യാത്ര തുടരുകയാണ്. ജീപ്പ് ഇങ്ങനെ വളവും പോളവും എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ പോവുകയാണ്. ഈ ഒരു ജീപ്പിലുള്ള ഒരു അനുഭവം എന്ന് വിചാരിച്ചാൽ വളരെ മോശം എന്നേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഛർദ്ദിക്കാത്തവർ പോലെ ഛർദ്ദിക്കാനുള്ള സാധ്യതയുള്ളൊരു ഡ്രൈവിംഗ് ആയിരുന്നു മൂപ്പര് നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്തോ അവർ തമ്മിൽ ഭാഷ നമുക്കങ്ങനെ കൂടുതൽ അറിയാത്തത് കൊണ്ട് അവർ തമ്മിൽ എന്തോ സംസാരിച്ചിട്ട് നമുക്ക് ജീപ്പ് മാറ്റി തന്നു. ആ ജീപ്പ് മാറ്റിയപ്പോൾ ഡ്രൈവറും എല്ലാം മാറി വന്നപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു. അദ്ദേഹത്തോടൊപ്പമുള്ള യാത്രാനുഭവം എന്ന് വിചാരിച്ചാൽ ഇത്രയും മനോഹരമായിരുന്നു. രമേശന് അത്യാവശ്യം കർണാടക അറിയുന്നതുകൊണ്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് ചെക്ക് പോസ്റ്റിലെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഞങ്ങൾ നേരെ യാത്ര ആരംഭിക്കുകയാണ്. ഓഫ് റോഡാണ്, കാട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ പ്ലാസ്റ്റിക്കുകളെല്ലാം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പ്ലാസ്റ്റിക് അവർ എണ്ണിയിട്ട് 200 രൂപ അവിടെ വാങ്ങിച്ചു വെക്കും. ആ എണ്ണിയ പ്ലാസ്റ്റിക് നമ്മൾ തിരിച്ച് അവരെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ 200 പോയി കിട്ടും. പിന്നെ അഥവാ നമ്മളത് വാങ്ങിക്കാൻ മറന്നു പോയാലും ആ 200 രൂപ പോയി കിട്ടും. മൂപ്പരുടെ ഡ്രൈവിങ്ങും അവരോടൊത്തുള്ള ആ ഒരു യാത്രയൊക്കെ നന്നായി ആസ്വദിച്ച് കുടജാദ്രി മലനിരകളുടെ അഗാധമായ കൊക്കയും അതുപോലെ തന്നെ ദൂര കാഴ്ചകളെല്ലാം നന്നായി ആസ്വദിക്കുന്നുണ്ട്. റോഡിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചണമെന്നറിയില്ല, ഒരു ചുവന്ന കളറടിക്കുന്ന മണ്ണാണ്. പൊടിപാറൽ ഉറപ്പാണ്. വേനൽക്കാലത്ത് ഞങ്ങൾ പോയ അന്ന് നല്ല മഴയുണ്ടായതുകൊണ്ട് തന്നെ പൊടിപാറലെല്ലാം കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രക്ക് ഒരു സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ കയറ്റങ്ങളും ഹെയർപിൻ വളവുകളും എല്ലാം അടക്കമുള്ള ആ ഒരു കുടജാദ്രി മലയിലെ ഓഫ് റോഡ് വഴി യാത്ര ചെയ്ത് ഞങ്ങളിപ്പം ഏകദേശം ഈ ജീപ്പ് എത്രത്തോളം പോവോ ആ ഒരു സ്ഥലം വരെ എത്താനായിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ടേക്കാണ് ഈ കുടജാദ്രി മലനിരകളിലെ യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നതും ആസ്വദിക്കേണ്ടതും. ഇവിടത്തേക്ക് വരുന്ന എല്ലാ ജീപ്പുകളും നിർത്തിയിടുന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ ഞങ്ങളും അവിടെ ഇറങ്ങി. ഞങ്ങളെക്കാളും മുന്നേ വന്നവരെ കാത്തിരിക്കുന്ന ജീപ്പുകളെല്ലാം നിങ്ങൾ കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് അതിമനോഹരമായ ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച നിങ്ങൾ ആ ജീപ്പിൻ്റെ പിറകുവശം പോയാലേ കാണാൻ വേണ്ടി പറ്റൂ. ആ കാഴ്ചയാണ് ഈ കാഴ്ച. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സൂപ്പർ. ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് ഇടങ്ങളെല്ലാം അവിടെ കയറി തൊഴാനെല്ലാം പക്ഷേങ്കിൽ നമ്മൾ അതിനൊന്നും കാത്തിരുന്നിട്ടില്ല. ഞങ്ങൾ ഈ 4446 അടി ഉയരെയുള്ള എല്ലാം അറിയുന്നവൻ്റെ ഇരിപ്പിടമായ സർവജ്ഞപീഠം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ഈ ഒരു ഏരിയയിൽ എന്ന് വിചാരിച്ചാൽ കാലഭൈരവ ക്ഷേത്രം, ദേവീക്ഷേത്രം, അതുപോലെ തന്നെ അമ്മയുടെ മൂലസ്ഥാനമായ പാർവതേശ്വരി ക്ഷേത്രം, പിന്നെ അടികമാരുടെ താമസ സ്ഥലം, കുളം, ഇവയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. കയറി തൊഴാവുന്നവർക്ക് അതും നല്ലത് തന്നെയാണ്. ചെങ്കുത്തായ ആ ഒരു കയറ്റവും പാറയെടുക്കുമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്തുന്നത് ഈ ഒരു സ്ഥലത്താണ്. ഇവിടെ നല്ല തണൽ മരങ്ങളെല്ലാം ഉണ്ട്. അവിടെ അല്പം വിശ്രമിച്ചിട്ട് യാത്ര തുടരാവുന്നതാണ്. ഉയരത്തിൻ്റെ കാര്യം നേരത്തെ അടിക്കണക്കിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിൽ മീറ്ററിൽ പറയുകയാണെങ്കിൽ 1343 മീറ്റർ ഉയരത്തിൽ കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ മൂകാംബിക വനത്തിന് നടുവിലായാണ് കുടജാദ്രി സ്ഥിതി ചെയ്യുന്നത്. നിരവധിയായിട്ടുള്ള പക്ഷിമൃഗാദികളുടെ ആവാസ കേന്ദ്രം, ഏത് സമയത്തും പൊട്ടിപ്പുറപ്പെടാവുന്ന കോടമഞ്ഞ്, അതുപോലെ തന്നെ നല്ല കാറ്റ്, പിന്നെ നിരവധി ഔഷധ സസ്യങ്ങളുടെ കലവറ, അങ്ങനെ പല പ്രത്യേകതകളും കൂടാതെ ദേവി മൂകാസുരനെ വധിക്കാനായി തിരഞ്ഞെടുത്ത ഒരിടം, അതുപോലെ തന്നെ നമ്മുടെ ശ്രീ ശങ്കരസ്വാമികൾക്ക് ജ്ഞാനോദയം കിട്ടിയ ഇടം, അതൊക്കെയാണ് ഈ കുടജാദ്രി മലനിരകളുടെ പ്രത്യേകത. അങ്ങനെ ദുർഘടമായ വഴിയിൽ കൂടിയുള്ള പാറക്കെട്ടുകളും മലയും എല്ലാം താണ്ടി ഞങ്ങൾ വളരെ ദൂരെ നിന്ന് തന്നെ സർവജ്ഞപീഠം കാണുമ്പോഴുള്ള ആ ഒരു ആശ്വാസം അല്ലെങ്കിൽ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. അവിടെ എത്തിയവർക്ക് മാത്രമേ അത് പറയാനും കഴിയുള്ളൂ. അങ്ങനെ അമ്മ ദേവി ശങ്കരാചാര്യർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വരം കൊടുത്ത ആ ഒരു സർവജ്ഞപീഠത്തിനരികെ എത്തി തൊഴുന്ന കാഴ്ചകളെല്ലാം നിങ്ങൾ കാണുന്നത്. ഈ യാത്രയിലെ അനുഭവസ്ഥർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് എന്ന് വിചാരിച്ചാൽ ഈ മല കയറുന്ന യാത്രാവേളയിൽ സ്ത്രീകളാണെങ്കിൽ വസ്ത്രധാരണത്തിൽ സാരി ഒഴിവാക്കിയിട്ട് ചൂരിദാർ, മിഡി ടോപ്പ് അല്ലെങ്കിൽ ജീൻസ് അങ്ങനെയെല്ലാം ധരിക്കുന്നതാവും ഉത്തമം. പിന്നെ ആണുങ്ങളാണെങ്കിൽ മുണ്ടൊഴിവാക്കി പാൻറ് ഉപയോഗിക്കുന്നതാവും നല്ലത് എന്നാണ്
അഭിപ്രായപ്പെട്ടത്. അതുപോലെ തന്നെ മല കയറി ക്ഷീണിക്കുമ്പോൾ കുടിക്കാനായി ആവശ്യമുള്ള വെള്ളം മാത്രം കയ്യിൽ കരുതുക. അതായത് ബാഗിൽ പല സാധനങ്ങളും കുത്തി നിറച്ച് കനം കൂട്ടാതിരിക്കുന്നതാവും നല്ലത്. അതുപോലെ തന്നെ ഒരു വടി, അതായത് കയറി ക്ഷീണിക്കുമ്പോൾ ഒന്ന് കുത്തി കയറണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു വടി നല്ലതായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മൾ കുടജാദ്രിയെല്ലാം നന്നായി ആസ്വദിച്ച് മല ഇറങ്ങി തുടങ്ങി. മല കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ഷീണം കൂടുതലായിരിക്കും എന്നതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ റൂം അധികം എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അങ്ങനെ വൈകുന്നേരത്തെ ദേവി ദർശനമെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം രാത്രി ഫുള്ളായി റെസ്റ്റ് എടുത്ത ശേഷം പിറ്റേന്നാൾ രാവിലെ വാഹനമൊക്കെ കഴുകി രമേശൻ വൃത്തിയാക്കിയ ശേഷം ഞങ്ങൾ വീണ്ടും കവാടത്തിനരികിലുള്ള അമ്മയുടെ ആ ഒരു മൂലസ്ഥാനം കണ്ട ശേഷം അമ്മയെ മനസ്സിൽ നന്നായി ധ്യാനിച്ച് നാട്ടിലേക്ക്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.